സി ജെ റോയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ ഇങ്ങനെ കിടക്കുവാണ്. ഇപ്പോഴും പുള്ളിയുടെ ഈ ഒരു തീരുമാനം എന്തുകൊണ്ടാണെന്നുള്ളൊരു സത്യം ഇപ്പോഴും വെളിയിലോട്ട് വന്നിട്ടില്ല. ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പുള്ളി ജീവിതം നശിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തല്ലോ, അത് എന്താണെന്ന് ഇപ്പോഴും വെളിയിലോട്ട് വന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും പലതാണ് പറയുന്നത്. യൂട്യൂബിലൊന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലരും പലതാണ് പറയുന്നത്. അതിലെത്രത്തോളം സത്യമുണ്ട്, അതിലെത്രത്തോളം സത്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അത് ഈ സി ജെ റോയിക്ക് മാത്രമേ അറിയാവൂ. പുള്ളി ഇന്ന് ജീവനോടില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ സി ജെ റോയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റിൻ്റെ ഉടമയാണ് ഈ സി ജെ റോയി, ദക്ഷിണേന്ത്യയിലെ. മാത്രവുമല്ല, പുള്ളി ഒരു വാഹനപ്രേമി കൂടിയാണ്. കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. അതിന് ഏറ്റവും വേഗതയേറിയ ബുഗാട്ടി മുതൽ റോൾസ് റോയ്സ്, ലംബോഗിനി, ഫെറാറി. റോൾസ് റോയ്സ് തന്നെ 12 ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 12 റോൾസ് റോയ്സ് ഉണ്ട്. അതുപോലെ ബുഗാട്ടി, അതുപോലെ ഫെറാറി, ലംബോഗിനി. ഇതിൻ്റെയൊക്കെ ഒരു വെർഷനല്ല, പല പല വേറെ മോഡൽസ് പുള്ളിയുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളുടെ ഒരു മുതലാളി കൂടിയാണ് പുള്ളി. പിന്നെ പുള്ളി മലയാളത്തിൽ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. മോഹൻലാലിനെ വെച്ചും അതുപോലെ നല്ല വമ്പൻ താരങ്ങളൊക്കെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്രയും മേഖലകളിൽ, അതുമാത്രമല്ല പിന്നെ റിയാലിറ്റി ഷോസും പുള്ളി സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ പോലത്തുള്ള റിയാലിറ്റി ഷോ, അതുപോലെ ബിഗ് ബോസിൻ്റെ സ്പോൺസറാണ്. അപ്പോൾ ഇത്രയും മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പാക്കേജാണ് പുള്ളി. അപ്പോൾ ഈ ഒരു മനുഷ്യൻ, ഇത്രയും കോടികളുടെ ആസ്തിയുള്ളൊരു മനുഷ്യൻ, ഒരു ഒരു രൂപ പോലും ലോണില്ല എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നൊരു വ്യക്തി സ്വന്തം ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ഒരു നിമിഷമല്ലാതെ വേറെ കാര്യം വേണം. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ, പുള്ളിയുടെ നാളെ പുള്ളി ഈ ഭൂമിയിൽ നിന്നും പോകണമെന്ന് തീരുമാനമെടുക്കണമെങ്കിൽ പുള്ളി അത് തലേന്നേ പുള്ളി പ്ലാൻ ചെയ്യുമെന്നാണ് പറയുന്നത്, ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം പുള്ളി ഇത് ദിവസങ്ങൾക്ക് മുമ്പേ ഈ ഒരു തീരുമാനം പുള്ളി എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അല്ലാതെ പെട്ടെന്നുള്ളൊരു തീരുമാനമല്ല. അപ്പം ഈ ഒരു വ്യക്തി ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തോ കാരണം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണേലും അതൊക്കെ കണ്ടുപിടിക്കട്ടെ, ആ സത്യങ്ങളൊക്കെ പുറത്തോട്ട് വരട്ടെ. അല്ലാതെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഡെയിലി നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് ഞാൻ കേട്ടൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി മാസങ്ങളോളം ഈ ഒരു വിഷാദ രോഗത്തിന് അടിമയാണ് എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത്. എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ പുള്ളി ചികിത്സ സംബന്ധമായിട്ടൊക്കെ പുള്ളി അവിടെ വന്നിട്ടുണ്ടെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ചികിത്സ തേടുന്നുണ്ടെന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പം വാർത്തകളിലൂടെയൊക്കെ ഇപ്പം കാണുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം പുള്ളി ഒരു വിഷാദ രോഗത്തിന് അടിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കഴിഞ്ഞ 4 മാസമായിട്ട് പുള്ളി വിഷാദ രോഗത്തിന് അടിമയായിട്ട് ചികിത്സ തേടുവാണെന്നാണ് പറയുന്നത്. പുള്ളിയെ പോലെ ഒരാൾക്ക് ഈ വിഷാദ രോഗം പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ആവശ്യത്തിലേറെ പൈസകൾ, എല്ലാം ജീവിതത്തിൽ എന്തൊക്കെ സുഖങ്ങൾ നേടാവും അതൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്, അല്ലേ? വിരൽത്തുമ്പിലിരിക്കുവാണ്. പുള്ളിക്കൊന്ന് വിരലൊന്ന് അനക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ കൈകളിലേക്ക് വന്ന് ചേരുന്ന ഒരു ഇതിലിരിക്കുവാണ്. കാരണം അത്രമാത്രം കയ്യിൽ പൈസകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം ഒരു വിഷാദ രോഗത്തിന് അടിമയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിനകത്തൊരു യോജിപ്പില്ല. കാരണം റീസെൻ്റായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ സി ജെ റോയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന് ആളുകളെ സഹായിക്കുന്നതും പൈസ കൊടുക്കുന്നതും എല്ലാം കണ്ടതാണ്. ആ സമയത്തൊന്നും പബ്ലിക്കിലൊന്നും പുള്ളിക്ക് ഇങ്ങനെ സ്ട്രെസ്സോ കാര്യങ്ങളോ വിഷാദ രോഗമോ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ എറണാകുളത്ത് റീസെൻ്റായിട്ട് പുള്ളിയുടെ ഒരു പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ വരികയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫംഗ്ഷനൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ പുള്ളി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പബ്ലിക്കിൽ നമ്മൾ കാണാത്ത, അപ്പം ഇവിടെയൊന്നും കാണാത്ത ഒരു സ്ട്രെസ്സ്, ഒരു വിഷാദ രോഗം പിന്നെ എങ്ങനെയാണ് പുള്ളിക്ക് സംഭവിച്ചത്? അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ കാണുന്ന ഒരു സി ജെ റോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന, എപ്പോഴും ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സി ജെ റോയിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അതിനകത്ത് നമുക്ക് സി ജെ റോയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ടോ എന്തെങ്കിലും ഒരു അസുഖമുള്ളതായിട്ടോ നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ഈ സി ജെ റോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിരിയങ്കണ്ടത്തിൽ ജോസഫിൻ്റെയും ചക്രമാക്കിൽ ത്രേസ്യക്കുട്ടിയുടെയും ഇളയ മകനാണ് ഈ സി ജെ റോയി. അപ്പോൾ ഇവരൊക്കെ ഫാമിലി ആയിട്ട് ഇവരൊക്കെ ഈ കച്ചവടക്കാരാണ്.
ഈ സി ജെ റോയിയുടെ ഫാദറിൻ്റെയും അതുപോലെ മദറിൻ്റെയൊക്കെ കാലത്ത് തൊട്ടേ അവർ മുമ്പേ ഉള്ള ആളുകളുടെ കാലം തൊട്ടേ ഇവരൊക്കെ ഒരു കച്ചവടക്കാരായിരുന്നു. അപ്പോൾ ഒരു 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇവർ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക്, ഈ സി ജെ റോയിയുടെ മാതാപിതാക്കളൊക്കെ ബാംഗ്ലൂരിലേക്ക് താമസം തുടങ്ങുന്നത്. ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഇവർ അവിടെ ആദ്യം ഒരു ചെറിയൊരു ബേക്കറി പോലൊരു സ്ഥാപനം തുടങ്ങുന്നു. അപ്പം പാരമ്പര്യമായിട്ട് ഇവർ കച്ചവടക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കച്ചവട തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കണം ആ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇവരവിടെ താമസം തുടങ്ങി. അവർ ആദ്യം ചെറിയൊരു ബേക്കറി തുടങ്ങുന്നു. അപ്പം ആദ്യം ഇവർ ആ ബേക്കറിയിൽ മെയിനായിട്ടുള്ള വിഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കും വൈനുമാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഇത് അത്ര വലിയ ബിസിനസ്സായിട്ടൊന്നും പോയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള സി ജെ റോയിയും സി ജെ റോയിയുടെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നു. അപ്പം പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ ഇവരെ സഹായിക്കുകയും ഈ മാതാപിതാക്കളെ സഹായിച്ച് ആ ബേക്കറിയിൽ നിന്ന് അങ്ങനെ ഒരു ലൈഫാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ പതിയെ ഈ ബേക്കറിയിലെ കച്ചവടങ്ങളൊക്കെ കൂടുന്നു. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കേക്കും വൈനും അവിടെ ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നുണ്ട്. അങ്ങനെ അത് മേടിക്കാനെ കൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരുന്ന് അവരുടെ ബിസിനസ് അങ്ങനെ അവിടെ നിന്ന് ലച്ചു പിടിക്കുവാണ്. അപ്പം ഈ മാതാപിതാക്കളെ ഈ ഒരു ബിസിനസ് രീതിയൊക്കെ കണ്ടിട്ടാണ് ഈ സി ജെ റോയും സി ജെ റോയുടെ ബ്രദറും വളർന്നു വരുന്നത്. അങ്ങനെ ഈ ഒരു ബേക്കറി ആ ഒരു ബാംഗ്ലൂരത്തെ ആ ഒരു ഏരിയയിൽ ഏറ്റവും വലിയ തിരക്കുള്ളൊരു ബേക്കറി ആയിട്ട് മാറി. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിട്ടുള്ളൊരു ബേക്കറി ആയിട്ട് മാറി. അപ്പോൾ അതിനൊക്കെ ശേഷം ഈ സി ജെ റോയി ഫ്രാൻസിലും അതുപോലെ സ്വിറ്റ്സർലൻഡിലും പഠനത്തിന് പോയി. അതിനുശേഷം സ്വിസ് ബിസിനസ് സ്കൂളിൽ ഏറ്റവും നല്ല ഉയർന്ന റാങ്കോട് കൂടിയിട്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടറേറ്റ് നേടി. അങ്ങനെ അതിനൊക്കെ ശേഷമാണ് ഫോർച്യൂൺ 500 കമ്പനിയായിട്ടുള്ള ഹ്യൂലറ്റ് പക്കാർഡിൽ ഹ്യൂലറ്റ് പക്കാർഡ് കമ്പനി ആയിട്ടുള്ള അതിനെ HP എന്നാണ് പറയുന്നത്. HP എന്നുള്ള കമ്പനി, HP എന്ന് കേട്ടാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവും. ഹ്യൂലറ്റ് പക്കാർഡ് 500 ഫോർച്യൂൺ 500 ഹ്യൂലറ്റ് പക്കാർഡ് എന്ന ഒരു കമ്പനിയാണത്. അതിനെ HP എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അങ്ങനെ അറിയും. അപ്പോൾ ആ കമ്പനിയിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായി ഒരുപാട് സാലറിയിലല്ല, അത്യാവശ്യം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് ആ സമയത്ത് എത്രത്തോളം കിട്ടുമോ ആ ഒരു ശമ്പളത്തോടു കൂടിയാണ് അവിടെ കയറുന്നത്. അങ്ങനെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. കാരണം പുള്ളിയുടെ ഫാമിലിയൊക്കെ പാരമ്പര്യമായിട്ട് കച്ചവടക്കാരായിരുന്നു. അത് മാതാപിതാക്കൾ പിന്നെ ഈ സ്വന്തമായിട്ടൊരു ഈ പറഞ്ഞിട്ടുള്ള ബേക്കറി ഇടുന്നു. അത് പിന്നെ അവിടുത്തെ ആ ഒരു ബാംഗ്ലൂരത്തെ ഏറ്റവും വലിയ ആ ഒരു ഏരിയയിൽ ഏറ്റവും വലിയ തിരക്കുള്ളൊരു ബേക്കറി ആയിട്ട് മാറുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഈ പറഞ്ഞിട്ടുള്ള മറ്റൊരു കമ്പനിയിൽ നിൽക്കുവാണെങ്കിൽ മറ്റൊരു കമ്പനിയിൽ അത്യാവശ്യം നല്ലൊരു ശമ്പളത്തോടു കൂടി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ പുള്ളിയുടെ ഒരു മനസ്സിൽ എപ്പോഴും ഒരു ബിസിനസ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ 2006 പുള്ളി ബാംഗ്ലൂരിൽ ഒരു കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് പിന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പായി. അപ്പോൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ഏറ്റവും വലിയൊരു അതിനകത്തൊരു ഒരു വാക്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനകത്ത് ഏറ്റവും വലിയൊരു മുദ്രാവാക്യം എന്നൊക്കെ പറയുമല്ലോ, 0 ലോണിൽ 1 രൂപ പോലും ലോണില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരിതുണ്ടല്ലോ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യം. അതിനിട്ട് ബാംഗ്ലൂരിൽ സർജാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ആ സമയത്തൊക്കെ അവിടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഒരു പട്ടിക്കും വേണ്ടാത്ത സ്ഥലമായിരുന്നു. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് പോകാത്ത സ്ഥലമാണ്. പിന്നെ ബാംഗ്ലൂരൊക്കെ ഒരു IT നഗരമായതിനു ശേഷമാണ് അവിടെയൊക്കെ വികസനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാട് പിടിച്ച് കടന്നൊരു സ്ഥലത്ത് ഈ പുള്ളി പോയി അവിടെ ഭൂമികളൊക്കെ മേടിച്ച് കൂട്ടുവാണ്. തുച്ഛമായിട്ടുള്ള വിലയിൽ ഭൂമി ഈ പുള്ളിക്ക് വെറും തുച്ഛമായിട്ടുള്ള പൈസയ്ക്കാണ് കിട്ടിയത്. കാരണം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തോട്ടൊന്നും ആരും പോകത്തില്ല. അന്ന് ആൾക്കാർക്ക് അത്ര ചിന്ത പോകുന്നില്ല. കാരണം ഇവിടെ വികസനം ഉണ്ടാവും, ഇവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വരും, ഹോട്ടലുകൾ വരും, ഇവിടെ അത്രയും വികസനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അന്ന് ആ കാട് പിടിച്ച് കിടന്ന സ്ഥലം പുള്ളി മേടിച്ചിട്ടു. അങ്ങനെ ആ വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങളിലെല്ലാം വലിയ വലിയ ഫ്ലാറ്റുകൾ വെച്ചു. അങ്ങനെ അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാവുകയാണ്. അതിനുശേഷം അവിടെ എയർപോർട്ട് വന്നതിന് ശേഷമാണ് ഭയങ്കര മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എയർപോർട്ട് റോഡിൽ 2 സൈഡിലുമായിട്ടൊക്കെ ഇഷ്ടംപോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളെല്ലാം വന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം CEO എന്നൊരു വ്യക്തി കയറി വരുവാണ് മേലോട്ട്. പിന്നെ അത് പതിയെ ആ ഒരു ബിസിനസ് പുറം രാജ്യങ്ങളിലേക്ക്, UAE USA പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അത് വ്യാപിച്ചു. കേരളത്തിലേക്കും അതൊക്കെ വ്യാപിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കൊടുക്കുക,
നല്ല ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാം ചെയ്തു കൊടുക്കുക. അതൊക്കെയാണ് ഇവിടെ ഈ ഒരു കമ്പനിയുടെ ഈ CROE കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു വിശ്വസ്തത. അപ്പം അതിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരികയും ആ ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ഫ്ലാറ്റുകൾ മേടിക്കുകയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്നായിരുന്നു ഇവർക്ക് ഈ ഒരു CROയുടെ വളർച്ചകൾ. കോടിക്കണക്കിന് വില കൂടിയ ഫ്ലാറ്റുകളാണ് വെച്ചുകൊണ്ടിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റുകൾ വെച്ചിട്ട് അത് ആളുകളുടെ അനുസരണത്തിന് അത് വെച്ച് കൊടുത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയാണ് അവർ മുൻനിർത്തി കാണിക്കുന്നത്. കോൺഫിഡൻ്റ് ആ പേര് പോലെ തന്നെ. പിന്നെ റിയൽ എസ്റ്റേറ്റിന് പുറമെ മറ്റുള്ള ബിസിനസ്സിലേക്കും പുള്ളി ഇറങ്ങി. ഈ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി, അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, ഈ TV റിയാലിറ്റി ഷോയിലെ സ്പോൺസർഷിപ്പ്, അതുപോലെ സിനിമ പ്രൊഡ്യൂസർ, അതുപോലെ പിന്നെ ഏവിയേഷൻ മേഖലകൾ, അങ്ങനെ ഒരുപാട് ബിസിനസ്സിലേക്ക് പുള്ളിയുടെ ഒരു കൈകടത്തൽ പുള്ളി നടത്തി. അങ്ങനെ അതിൽ നിന്നൊക്കെ വളർന്നാണ് ഈ CJ റോയി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു നിലയിൽ എത്തിയത്. അപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഒരു സംശയമുണ്ട്. ഇപ്പം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ CROയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാണ്. ഇപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ടുള്ള നമ്പൂതിരിയുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിച്ചാണോ CJ റോയി ഈ നിലയിൽ എത്തിയെന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. അപ്പം ഞാനും കേൾക്കുന്നതല്ലാതെ ഇതിനെപ്പറ്റിയിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പം പുള്ളി റീസെൻ്റായിട്ട് പുള്ളി ചെയ്തൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നമ്പൂതിരി പുള്ളിയും പുള്ളിയുടെ വൈഫും പുള്ളിയും ആ ഒരു സംസാരിക്കുന്ന സമയത്ത് എന്ത് വേണം എന്ന് പുള്ളിയോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. എന്ത് വേണമെങ്കിലും എടുത്തു എന്ന് അവർ പറഞ്ഞെന്ന് ഉള്ളൊരു സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് ഇവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ആ ഇൻ്റർവ്യൂവിൻ്റെ. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല, സത്യാവസ്ഥ പുള്ളിക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മൾ നിരവധി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിച്ചാണ് CJ റോയി ഇവിടം വരെ എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് CJ റോയി തന്നെ ആ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള CJ റോയിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയോ നിഗൂഢതകൾ പുള്ളി മറച്ചു വയ്ക്കുന്നുണ്ട്. അത് വേറെ കാര്യം. കാരണം ആ ഒരു ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്തതിന് ശേഷം CJ റോയി അപ്പം അതിന് ശേഷമാണ് ഈ റെയ്ഡൊക്കെ നടക്കുന്നത്. CJ റോയിയുടെ കമ്പനിയിൽ റെയ്ഡ് നടക്കുന്നത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്തതിന് ശേഷം CJ റോയി പെട്ടെന്ന് വിളിക്കുകയും ആ വീഡിയോ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ, ഇപ്പോഴേ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യുകയുണ്ടായിട്ടുള്ള ആ വീഡിയോ നീക്കം ചെയ്യിപ്പിച്ചു, ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്തത്. അപ്പം ഒരു പക്ഷേ ഈ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ആ ഇൻ്റർവ്യൂവിനകത്ത് ഉണ്ടോ എന്നും അതൊരു ദുരൂഹതയായിട്ട് കിടക്കുകയാണ്. ഞാൻ അതിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമാണ്. ഒരു പക്ഷേ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഇൻ്റർവ്യൂവിൽ ഇനി എന്തെങ്കിലും പുള്ളിയുടെ വായിൽ അബദ്ധത്തിൽ വീണ് പോയോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇനി പുള്ളി ആ വീഡിയോ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ അതിനൊക്കെ ശേഷം എനിക്കൊന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറേ ദിവസത്തിന് ശേഷമൊക്കെയാണ് അത് അപ്ലോഡ് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം പുള്ളി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കും. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ഞാൻ പറ്റിച്ചെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും പറ്റിച്ചിട്ടില്ല, അവർ ഇങ്ങോട്ട് തന്നിട്ടുള്ളതെന്നാണോ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കും. കുറ്റം പറയും. ഞാനും നമ്പൂതിരി, എനിക്കറിയാലോ കൃഷ്ണൻ നമ്പൂതിരി. ഞങ്ങൾ സ്പ്ലിറ്റ് ആവുന്നത് 2005-ലാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ സ്ട്രോങ് ആണ്, ഞാൻ സ്ട്രോങ് ആണ്, പുള്ളി കുറച്ച് വീക്കാണ്. അപ്പോൾ എനിക്ക് ആ ലോക്കൽ ഞാൻ ബോണം ബ്രോട്ടപ്പാണ്, എല്ലാ ലോക്കൽ സപ്പോർട്ട് എൻ്റെയൊക്കെയാണ്. കമ്പനിയുടെ ഫുൾ ടീം എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും, തെറ്റ് എന്തായാലും അവർക്ക് എന്താ വരച്ചാൽ ചെയ്താൽ അവർക്ക് വരും, ചേട്ടൻ അപ്പം ഇറങ്ങി വന്നോളൂ. അപ്പോൾ ഞാൻ പുള്ളിയൊരു മീറ്റിംഗ് വെച്ചു. നിങ്ങളുടെ അന്ന് 210 കോടിയാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തത്. ഞാൻ, പുള്ളിയുടെ വൈഫ്, പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണം? അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾ റണ്ണിങ് പ്രോജക്ട്സ് വേണം, എടുത്തോ. ഓഫീസ് വേണം, എടുത്തോ. സ്റ്റാഫ് വേണം, എടുത്തോ. പിന്നെ എല്ലാത്തരം മെറ്റീരിയൽസ് വേണം, എടുത്തോ. നിങ്ങൾക്ക് എന്താ വേണ്ടാത്തെന്ന് ചോദിച്ചു. അവർ നിങ്ങൾക്ക് സർജാപുരത്തെ ലാൻഡ് വേണം, അന്നൊക്കെ കാട്ടുംപുറത്തെ ലാൻഡാണ്. ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ടെന്നാണ്. എല്ലാം ഒരു അത്യാവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു, ഒരു ആവശ്യമില്ലാത്തത്. ഞാൻ ഓക്കെ സൈൻ ഇട്ടോളം പറഞ്ഞു. 350 സ്റ്റാഫ് ഉണ്ടായിരുന്നു അന്ന് 2005. അല്ല 300 പേര് എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഞാൻ കേട്ടല്ലോ. ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയത്തില്ല എത്രത്തോളം. ഞാനിത് ഒരുപാട് സെർച്ച് ചെയ്തു ഈ CROയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട്. അപ്പം പല സ്ഥലത്തും പല കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഏത് കാര്യമാണ് നമുക്ക് സത്യമായിട്ടുള്ള കാര്യമെന്നും ഏത് കാര്യമാണ്
കൃത്യമല്ലാത്തതായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്തായാലും പുള്ളിയുടെ ഈ ഒരു പെട്ടെന്നുള്ളൊരു പുള്ളി ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട്. അല്ലാതെ സീറോയെ പോലൊരു വ്യക്തി, കാരണം പുള്ളി കടം കാരണമാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് കടം ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്ക് അത് നികത്താം, ആ കടം നികത്താമെന്നേ ഉള്ളൂ. കാരണം അതിന് മാത്രം കോടികളുടെ ആസ്തികളുടെ പ്രോപ്പർട്ടികൾ പുള്ളിയുടെ കയ്യിലിരിക്കുകയാണ്. ആ പ്രോപ്പർട്ടികൾ പലതും കൊടുത്ത്, ഇപ്പം തന്നെ വാഹനങ്ങൾ നോക്കിയാൽ മതി. 12 റോൾസ് റോയ്സ് ഉണ്ട്, ബുഗാറ്റി ഉണ്ട്. ഒരു റോൾസ് റോയ്സും ഒരു ബുഗാറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ കടങ്ങൾ അവിടെ മാറി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ബുഗാറ്റിയും ഈ 12 റോൾസ് റോയ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ബുഗാറ്റിയും ഒരു റോൾസ് റോയ്സും ഒരു ലംബോർഗിനിയും കൊടുത്താൽ മതി അല്ലേ. ഒരു 3 വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ പകുതി കടവും തീരും. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കടങ്ങൾ കൊണ്ടാണ് എന്ന്, പുള്ളിക്ക് കടമുണ്ട് എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്തായാലും അതൊക്കെ പുറത്തു വരട്ടെ. അതൊക്കെ അന്വേഷണങ്ങളിലൂടെ പുറത്തു വരും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.